പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സിനഡാലിറ്റി, മാർപ്പാപ്പ പറഞ്ഞില്ലേ സിനഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. ഞാനൊരു തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ച് ജനങ്ങളെ കേട്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തീരുമാനമെടുത്തു. കുറച്ച് പേര് വന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് മാറ്റി, ആ തീരുമാനം ഇങ്ങനെയാക്കി. വേറെ കുറച്ച് വന്ന് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഇങ്ങനെ കിടന്ന് ആടി വലയുന്ന ഒരു തീരുമാന രീതി അല്ല സിനഡാലിറ്റി. സിനഡാലിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളോട് ദൈവജനത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം, ദൈവസ്വരം അതിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്ന സ്വീകരിക്കണം, എന്നിട്ട് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കൊത്ത് തീരുമാനമെടുക്കണം. അത് വെറുതെ മാനുഷിക പരിഗണനയൊന്നും പാടില്ല, ദൈവത്തിൻ്റെ ഹിതം മാത്രം. ഗലേഷ്യൻസ് 1:10 1-ാം അധ്യായം 10-ാം തിരുവചനം, ഞാനതിനെ വണ്ടൻ വചനം എന്നാ പറയുക. വണ്ടൻ വചനം. നീ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണോ ആഗ്രഹിക്കുന്നത്, മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ? മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയല്ലെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്.